ദൈവത്തിന് സ്തോത്രം. പന്നിയെക്കുറിച്ചുള്ള സത്യങ്ങളും മനുഷ്യന്റെ ബുദ്ധി തെളിയുന്നതും. ഭാഗം 1. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പിശാച് ദൈവപുത്രനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് മഹിമപ്പെടുത്തുന്നു, അവനെ ബഹുമാനിക്കുന്നു. യേശു സത്യമായും ദൈവപുത്രൻ, ഇസ്രയേലിന്റെ പുത്രൻ എന്ന് പുറപ്പാട് 4:22 പറയുന്നു. എന്നാൽ സത്യമായ ദൈവപുത്രനെ അവർ എങ്ങനെ സംസാരിക്കുന്നു? എത്ര മര്യാദയില്ലാതെയാണ് സംസാരിക്കുന്നത്. കല്ലെറിയുന്നതും അവരെ കൊല്ലാൻ നോക്കുന്നതുമാണ് അവരുടെ പ്രവൃത്തി. പക്ഷെ പിശാചോ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. പിശാച് മനുഷ്യനെ എത്ര കാലമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് കല്ലറകളിൽ പാർത്ത് പലപ്പോഴും അവന് വിലങ്ങ് ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ വലിച്ചു പൊട്ടിച്ചും ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടുക്കുവാൻ കഴിഞ്ഞില്ല. എത്ര ക്രൂരതയാണ് അവന്റെ വേദന! ഇതാ ക്രൂരത എന്ന് പറയുന്നു, കേൾക്കുന്നവർ ആരുമില്ല. ഉറക്കെ പറയുന്നു, ന്യായവിസ്താരമില്ല. ഇത് ഇയ്യോബിന്റെ വേദനാ സമയത്ത് പറഞ്ഞത്. പിശാചും മനുഷ്യനെ എങ്ങനെയെല്ലാം വേദനിപ്പിക്കുന്നു, എന്നാൽ തന്നെ വേദനപ്പെടുത്തരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ വേദനിപ്പിക്കരുത് എന്നതിന്റെ അർത്ഥം ലൂക്കോസ് 8:31 പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിക്കുന്നതാണ്. മനുഷ്യൻ മരിച്ചതിനു ശേഷം ഉടനെ പാതാളത്തിൽ പോയി വേദന അനുഭവിക്കുന്നു. ലൂക്കോസ് 16:23 പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നു. ഇതാണ് മനുഷ്യനെ കുറിച്ചുള്ള സത്യം. മത്തായി 8:29 പിശാച് തന്നെ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിശാചിനെ പാതാളത്തിൽ കൊണ്ടുപോകുന്നതിന് ഒരു സമയമുണ്ട്. ആ സമയം വരും വരെ അവൻ ഈ ഭൂമിയിൽ മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ അവസ്ഥ എത്ര മോശമാണ്! മനുഷ്യനിത് ചിന്തിക്കുന്നുണ്ടോ? അശുദ്ധാത്മാവ് പിടിച്ച മനുഷ്യൻ സുബോധം വന്നും വസ്ത്രം ധരിച്ചിരിക്കുന്നതും എല്ലാവരും കണ്ടു. ആ അശുദ്ധാത്മാവ് പന്നിക്കൂട്ടത്തിൽ ചെന്ന് അത് കടലിൽ വീർപ്പ് മുട്ടി ചത്തതും എല്ലാവരും അറിയുന്നു. ഇപ്പോൾ ആ പട്ടണത്തിൽ പിശാചില്ല. അത് പന്നിയോട് കടലിന്റെ അടിയിൽ പോയി. ഈ പിശാചിന്റേത് തന്ത്രമാണ്. ആ പന്നിക്കൂട്ടത്തിന്റെ ഉടമസ്ഥനെ പിശാച് വശപ്പെടുത്തിയതാണ്. യേശുവിനെ ആ പ്രദേശത്തിൽ കടക്കാൻ സമ്മതിപ്പിക്കാതെ ഈ പ്രദേശത്തിന്റെ അതിർ വിട്ടു പോകുവാൻ തന്നെ അവർ അപേക്ഷിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഒരു മനുഷ്യനെ എത്രകാലം വച്ചിരിക്കും? അവൻ അവന്റെ കൈ തവറിപ്പോയി. ഇനി അടുത്ത മനുഷ്യനെ എങ്ങനെ നാം കൈവശപ്പെടുത്തുന്നത്? പന്നിക്കൂട്ടത്തിൽ കടന്ന് പന്നികൾ കടലിൽ ചത്താലേ പന്നിയുടെ ഉടമസ്ഥൻ യേശുവിന് വിരോധമായി പോവുകയുള്ളൂ. പിശാചിന് ആദരവായിരിക്കുന്നതാണ് അവന്റെ തന്ത്രം. യേശുവിനെ ഈ അതിർ വിട്ടു പോകണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവർ പിശാചിന് ആദരവായി ഇരിക്കുന്നവർ എന്നാണ് അർത്ഥം. ഈ 2000 പന്നികളെ ചിലർ 1 കോടി വിലയായി കാണുന്നു. ഒരു പന്നി 5000 രൂപയാണെങ്കിൽ 1 കോടി വരും. ഈ 1 കോടി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഉടമസ്ഥന് കോപം വന്ന് യേശുവിനെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ നോക്കിയത്. ക്രിസ്തുവിനെ നാം നേടണമെങ്കിൽ എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു എന്ന് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-11 വചനം വരെ പൗലോസ് പറയുന്നു. ഈ പന്നികളെ നാം നേടണമെങ്കിൽ ക്രിസ്തു നമുക്ക് നഷ്ടമാകും. ഇവിടെ ഈ മനുഷ്യന് സുബോധം വന്നപ്പോൾ പന്നികൾ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടിച്ചത്തു. ഇളയ മകൻ പന്നികളെ മേയ്ക്കും ജോലി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ആണ് അവന് സുബോധം വന്നത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിലിട്ടാൽ അതിനെ ചവിട്ടിക്കളയും, നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 6 പറയുന്നു. മുത്ത് എന്നത് ഗുണം അല്ലെങ്കിൽ സാമർത്ഥ്യത്തെ കാണിക്കുന്നു. സാമർത്ഥ്യമുള്ള സ്ത്രീ മുത്തുകളുടെ വിലയെ കാട്ടിലും അധികം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഈ പന്നി ഗുണം എന്നത് ദുർഗുണം, മുത്ത് എന്നത് നൽഗുണത്തെ കാട്ടുന്നു. പന്നി എന്ന ദുർഗുണമാണ് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്നത്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഗുണമാണ് ഈ പന്നി. നൽഗുണത്തിൽ അഭിഷേകമുണ്ടാകും, പക്ഷെ ദുർഗുണത്തിൽ അഭിഷേകമുണ്ടാകില്ല. കയ്പും കോപവും എന്ന ദുർഗുണം പിശാചിനുള്ളതാണ്.
പിശാചിന് ഇടം കൊടുക്കാതെ നാം സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:22 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ പൗലോസ് പറയുന്നു. 1 ശമൂവേൽ 18:6 ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. സൂര്യൻ അസ്തമിച്ചിട്ടും അവന്റെ കോപം മാറാത്തത് കൊണ്ടാണ് പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു അവനെ അലയിച്ച് അവനെ നഷ്ടപ്പെടുത്തുവാൻ ഇടയായത്. കയ്പ്, കോപം എന്ന ദുർഗുണം ഒരു പന്നിയാണ്. നൽഗുണമെന്ന മുത്ത് ഇതിന് എതിരെയുള്ളതും. നമ്മുടെ ബുദ്ധിയെ സുബോധത്തോടെ വയ്ക്കുകയാണെങ്കിൽ പന്നികൾ കടലിൽ പോയി ചാകും. പന്നി മേയ്ക്കുന്ന ജോലി വേണ്ടാമെന്ന് നമ്മുടെ ബുദ്ധി തെളിഞ്ഞ് നാം പിതാവിന്റെ അടുത്ത് പോയി ചേരാം. ഈ പിശാച് പന്നിക്കൂട്ടത്തിൽ ചെന്ന് കടലിൽ പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോഴും അത് പാതാളത്തിൽ പോയിട്ടില്ല. ഇതിൽ കടൽ എന്നാൽ പെരുവെള്ളം എന്ന് വെളിപ്പാട് 17 എഴുതിയിട്ടുണ്ട്. പെരുവെള്ളം നമുക്ക് സമുദ്രത്തിൽ കാണാൻ പറ്റും. വെളിപ്പാട് 17:15 പെരുവെള്ളം എന്നാൽ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. പിശാച് ഈ മനുഷ്യനെ വിട്ടാലും ഈ അതിർ വിട്ടാലും ഇത് കടലിൽ പോയി എന്നാലും എല്ലാ ദേശവും എല്ലാ ജനങ്ങളും എല്ലാ ജാതികളും അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ലോക രാജ്യങ്ങളെല്ലാം തന്നെ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 7ാമത്തെ ദൂതൻ എക്കാളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി എന്ന് വെളിപ്പാട് 11:15 എഴുതിയിരിക്കുന്നു. ഇതാണ് 1000 ആണ്ട് വാഴ്ച. ഇതിനെ നാം എതിർനോക്കി ജീവിക്കാം. നമ്മുടെ അതിരിൽ നിന്ന് പന്നികളെ നീക്കി നമ്മുടെ അതിരെ സ്വതന്ത്രമാക്കാം. പന്നിമേയ്ക്കും ജോലിയെ വിട്ട് സുബോധം വന്ന് പിതാവിന്റെ അടുത്ത് വരാം. പന്നി എന്ന ദുർഗുണത്തെ നമ്മിൽ നിന്ന് നീക്കുന്നതിനായുള്ള വഴിയെ നമുക്ക് കണ്ടെത്താം. ദുർഗുണം നമ്മുടെ അഭിഷേകത്തെ നശിപ്പിക്കും. ദുർഗുണം പിശാചിനിടം കൊടുത്ത് പിശാചിനോട് ചേരും, ദൈവത്തെ വിട്ട് പിരിയും. ഉണർവുള്ളവരായി സുബോധമുള്ളവരായിരിക്കാം. ദുർഗുണത്തിൽ നാം കുഞ്ഞുങ്ങളും ബുദ്ധിയിൽ മുതിർന്നവരായും ഇരിക്കണം. എല്ലാ ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ചിന്തയിലും ഹൃദയങ്ങളിലും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.